ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീറ്റിംഗ് കഴിഞ്ഞു മാഡം? ഉവ്, അന്ന് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ മാർഗരേഖകളൊന്നും ഇത്തവണയും കണ്ടില്ല. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. ഇത്തവണ അവര് പണിയെടുത്തിട്ടുണ്ടെന്ന് സാരം. അതിനിടയിൽ അമ്മ പലവട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അനു കൂടി ഇല്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മോളെ, എന്താ അമ്മേ കാര്യം? കുറെ പ്രാവശ്യം വിളിച്ചല്ലോ. വെടി, നമ്മുടെ ശ്യാമയ്ക്ക് വെടിയേറ്റെന്ന്. എന്താ? ആ ഉപേന്ദ്രൻ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുക, തോക്കെടുത്ത് വെടിവെക്കുക, എന്താണ്ടൊക്കെ ചെയ്തെന്നാ പറയുന്നേ. അവക്ക് എന്താ പറ്റിയെന്നോ എത്രത്തോളം മുറിവുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. നീ വേഗം ഇങ്ങോട്ട് വന്നേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ടെൻഷൻ അടിച്ച് ചത്തുപോകും. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാമേ. വേഗം വാ. ഞാനേ ആ രോഹിത്തിനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അനു, വണ്ടി എടുക്കാൻ പറ. ഈശ്വര, വിഷ്ണു സാർ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. മാഡം പോവാനായിട്ട് ഇറങ്ങുകയും ചെയ്തു. എന്താ ഇപ്പൊ ചെയ്യാ? ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെ പോയിരിക്കുന്നു? അനു, അനു, ഡ്രൈവർ എവിടെ? മാഡം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാ അപ്പൊ ഡ്രൈവർ മുന്നിൽ ഉണ്ടാവണമെന്ന്. അത് മാഡം പെട്രോൾ അടിക്കാനെങ്ങാനും. കന്നാസിലാണോ പെട്രോൾ വാങ്ങിക്കാൻ പോയേ? വിളിച്ചു വരുത്തേ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. മാഡം, മാഡം, അല്ല ഇതെന്താ? കളക്ടറുടെ ഡ്രൈവർ ആയിട്ടാണ് ശമ്പളം വാങ്ങിക്കുന്നതെങ്കിൽ കളക്ടറുടെ ഡ്രൈവറായിട്ട് തന്നെ ജോലി ചെയ്യണം. അതിനാദ്യം വേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്, ജോലിയോടുള്ള ആത്മാർത്ഥതയാ, വാങ്ങിക്കുന്ന ശമ്പളത്തോടുള്ള കൂറ്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ പണി പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞു. എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുവേട്ടൻ ഇവിടെ ജോലിക്ക് വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയാ, എന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി. വണ്ടി എടുക്ക. അതെ, വേഗം വണ്ടി എടുത്തോണ്ട് പിന്നാലെ ചെല്ല്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാഡത്തെ സമാധാനിപ്പിക്കാൻ നോക്ക്. അല്ലെ, എനിക്ക് മനസ്സിലായില്ലേ എന്താ? ചെല്ല്.